ഇന്ന് രാജസ്ഥാന്റെ നടുവൊടിച്ചത് ഷഹബാസ് അഹമ്മദായിരുന്നു. മികച്ച ബൗളിംഗാണ് താരം ഇന്ന് കാഴ്ചവെച്ചത്. 3 വിക്കറ്റ് ഷഹബാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷഹബാസിന്റെ സ്പിൻ കെണിക്ക് മുന്നിലാണ് രാജസ്ഥാൻ വീണത്. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് ഷഹബാസ് അഹമ്മദായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ അങ്ങനെ തോറ്റു പുറത്തായിരിക്കുകയാണ്. ഇനി കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലാണ് ഫൈനൽ. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഷഹബാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എനിക്ക് ഒരവസരം ടീം മാനേജ്മെൻറ്റ് തന്നു. ആ അവസരം ഞാൻ കൃത്യമായി ഉപയോഗിച്ചു. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്ന് തോറ്റാൽ ഞങ്ങൾ പുറത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ എതിരാളികൾ രാജസ്ഥാനാണ്. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. അവരുടെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് സഞ്ജുവിനെയും പരാഗിനെയും ആദ്യം തന്നെ പുറത്താക്കാനായിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കളി ജയിച്ചത്. എങ്കിലും ഈ ഒരു അവാർഡിന് എന്നേക്കാൾ കൂടുതൽ യോഗ്യൻ സഞ്ജു ആണ്. ഞങ്ങൾ ഇന്ന് കളി ജയിച്ചാലും രാജസ്ഥാൻ ടീമും മികച്ചവരാണ്. ഞങ്ങളിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കൊൽക്കത്തയെ തോൽപ്പിച്ച് ഈ കപ്പ് ഞങ്ങൾക്ക് സ്വന്തമാക്കണമെന്നും ഷഹബാസ് അഹമ്മദ് വ്യക്തമാക്കി. ഹൈദരാബാദിന്റെ സ്പിൻ കെണിക്ക് മുന്നിലാണ് രാജസ്ഥാൻ വീണത്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഈസി ആയിട്ട് ഇന്ന് രാജസ്ഥാനെ കളി ജയിക്കാമായിരുന്നു. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ ഫോമായി, അതുപോലെ ജൂറലും കളിച്ചു. ബാക്കി ആരും തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സഞ്ജു കുറച്ചെങ്കിലും കളിച്ചുവെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും രാജസ്ഥാൻ കളി ജയിച്ചേനെ. പരാഗ് പോലും ഇന്ന് ഫ്ലോപ്പായി. ഹൈദരാബാദിനാണെങ്കിൽ 175 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈസി ആയിട്ട് ഈ ടാർഗറ്റ് മറികടക്കാമായിരുന്നു. എന്നാൽ രാജസ്ഥാൻ മോശം കളി പുറത്തെടുത്തു. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.